CPM ഭരിക്കുന്ന അടൂർ സഹകരണ ബാങ്കിൽ കോൺഗ്രസ് പ്രതിഷേധം. ബാങ്ക് പ്രസിഡന്റ് പൊൻതാമരപ്പിള്ള ബാങ്കിൽ 75 ലക്ഷം രൂപയുടെ ക്രമക്കേട് നടത്തിയെന്നുള്ള തെളിവ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രതിഷേധം. CPMന്റെ നേതൃത്വത്തിൽ ഈ ബാങ്ക് ഉണ്ടായ കാലം മുതൽ ഈ ബാങ്ക് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് CPMന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതികളാണ്. അടൂരിന്റെ മുൻ MLA കൂടിയായ പ്രിയപ്പെട്ട നേതാവിന്റെ ഭാര്യയാണ് ഈ കഥ പറഞ്ഞത് എന്നത് വസ്തുത നാം ഒരിക്കലും മറന്നുകൂടാ. കാരണം അത്രയ്ക്ക് അഴിമതിയുടെ കൂത്തരങ്ങായി മാറിക്കൊണ്ടിരിക്കുകയാണ് സഹകരണ മേഖല. ഈ സമരം നീണ്ടുപോവുക തന്നെ ചെയ്യും. ഈ അടൂർ മേഖലയിൽ നമുക്കറിയാം, കഴിഞ്ഞ സഹകരണ മേഖല തെരഞ്ഞെടുപ്പുകളിൽ ഗുണ്ടകളെ ഉപയോഗിച്ചാണ് പല സഹകരണ ബാങ്കുകളും CPMന്റെ നേതൃത്വത്തിലുള്ളവർ പിടിച്ചെടുത്തത്. ഇതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിൽ ആഞ്ഞടിക്കും. യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവും എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു. വിഷ്ണു കൂടുതൽ വിവരങ്ങളുമായി. വിഷ്ണു, എന്താണ് ഈ ക്രമക്കേടിന്റെ ഡീറ്റെയിൽസ് എന്താണ്? CPM ഭരിക്കുന്ന അടൂർ ബാങ്കിലെ വൻ ക്രമക്കേടുകൾ മുൻ MLAയും മുതിർന്ന CPM നേതാവുമായ R. ഉണ്ണികൃഷ്ണപിള്ളയുടെ ഭാര്യ വെളിപ്പെടുത്തിയിരുന്നു. ക്രമക്കേടുകൾക്ക് കൂട്ടുനിൽക്കാൻ തനിക്കാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് 75 ലക്ഷം രൂപയുടെ ക്രമക്കേട് അടൂർ ബാങ്കിൽ നടന്നെന്നായിരുന്നു പ്രസിഡന്റ് കൂടിയായിരുന്ന പൊൻതാമരപ്പിള്ള വെളിപ്പെടുത്തിയത്. ഇതിനെ പ്രതിഷേധിച്ചാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധം നടന്നത്. ജീവനക്കാരും ആരും തനിക്ക് അനുകൂലമായി സഹകരിക്കുന്നില്ല. താൻ ഈ പറയുന്ന ക്രമക്കേടുകൾക്ക് കൂട്ടുനിൽക്കാത്തതുകൊണ്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ തനിക്ക് ബാങ്കിൽ നിന്നുണ്ടാകുന്നുണ്ട്. ഇതൊക്കെ ചൂണ്ടിക്കാണിച്ച് 75 ലക്ഷം രൂപയുടെ ക്രമക്കേടുകളാണ് അടൂർ സഹകരണ ബാങ്കിൽ നടന്നത്. ഇന്നലെയായിരുന്നു പൊൻതാമരപ്പിള്ള ഈ സംഭവം വെളിപ്പെടുത്തിയിരുന്നത്. മുൻ MLA ഈ പറയുന്ന പൊൻതാമരപ്പിള്ളയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണപിള്ളയായിരുന്നു മാധ്യമ സ്ഥാപനത്തിലേക്ക് എത്തി ഈ വെളിപ്പെടുത്തൽ ഭാര്യയെ കൊണ്ട് നടത്തിച്ചത്. ഇതുമായി വലിയ തരത്തിലുള്ള ചർച്ച തന്നെ ഇത് സംബന്ധിച്ചുണ്ടായിരുന്നു. അപ്പോഴാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് നിയമസഭ ഇലക്ഷൻ അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇതുപോലുള്ള ക്രമക്കേടുകൾ CPMന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ വലിയ ചർച്ച തന്നെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്നു. ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് ഇന്നലെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടത്തിയിരുന്നു. ഇപ്പോൾ കോൺഗ്രസ് പ്രതിഷേധം ഏറ്റെടുത്തിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ അടൂർ നിയമസഭാ ഇലക്ഷനിലേക്ക് ഇത് വലിയ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 75 ലക്ഷം രൂപയുടെ ക്രമക്കേടുകളാണ് ബാങ്കിൽ നടന്നത്.